ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്ന വളരെ റിച്ച് ആയിട്ടുള്ള ചിക്കൻ പിസയും അതുപോലെ തന്നെ ഒരു വെജിറ്റബിൾ പിസയുമാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ സ്കിൻ വൈറ്റനിങ്ങും മുഖത്തെ കറുത്ത പാടുകൾ മാറാനുള്ളൊരു സ്പെഷ്യൽ ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. അത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് പിസ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും അതിൻ്റെ ആവശ്യമായ ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ക്രീമിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പിസ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു അര കപ്പ് ചൂടുവെള്ളം എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഫെർമെൻറ്റേഷൻ ആകാനായിട്ട് മാറ്റി വെക്കണം. അതാകുന്ന സമയത്തിനുള്ളിലേക്ക് നമുക്കൊരു 1.5 കപ്പ് മൈദ എടുത്തിട്ട് അതിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഈസ്റ്റ് അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം വെള്ളം ചേർക്കരുത്, ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ആദ്യം മിക്സ് ചെയ്തെടുക്കാൻ. ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് കുഴഞ്ഞ് വരുന്ന സമയത്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വീണ്ടും അല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുക്കണം. ആദ്യമേ വെള്ളം ചേർത്തിട്ട് ഈ ഈസ്റ്റ് ചേർക്കരുത്, എങ്കിൽ വെള്ളം കൂടിപ്പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അര ടീസ്പൂൺ ഒലിവ് ഓയിലോ നമ്മുടെ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ചേർത്തിട്ട് നന്നായിട്ടൊരു ചപ്പാത്തി മാവിനേക്കാൾ ഒരല്പം അയഞ്ഞ പരുവത്തിൽ കുഴച്ചെടുക്കണം. എന്നിട്ട് അതിനെ ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരല്പം നന്നായിട്ടൊന്ന് എണ്ണ തടവിയിട്ട് ഒരു ബൗളിലിട്ട് നമുക്കൊരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം. അത് മാറ്റി വെച്ച് ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഏകദേശം മാവ് പൊങ്ങി ഇതുപോലെ ആയിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ വീണ്ടും ആ മാവിനെ എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിന് മുൻപായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി കുഴച്ചെടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു 2-3 തവണ ഒരു 7 തവണ ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും കയ്യിൽ അല്പം ഒരു എണ്ണ തടവിയിട്ട് വീണ്ടും നമ്മൾ ഒരു ബൗളിൽ 1 മണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് ഇതിപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മാവ് ഫെർമെൻറ്റേഷനായി വന്നിട്ടുണ്ട്, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെടുത്ത് വീണ്ടും കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ 2 സമഭാഗങ്ങളായി കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു പിസ്സ പാൻ അല്ല, നമ്മുടെ സാധാരണ പാനിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും തടവിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന മാവിൻ്റെ പകുതി ഭാഗം ഒരു ചെറിയ തീ ഇട്ടതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു സൈഡ് ഒരു 5 മിനിറ്റ് മീഡിയം തീയിൽ വെച്ചൊന്ന് വേവിച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മളതിൽ പിസ്സ സോസ് തേച്ച് കൊടുക്കുകയാണ്. പിസ്സ സോസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അത് പിന്നെ ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടിടാം. അതിലേക്ക് നമ്മൾ അല്പം ചീസും ക്യാബേജിൻ്റെ പീസസും പിന്നെ അതിലേക്ക് വീണ്ടും മൊസറല്ല ചീസും ഇട്ട ശേഷം കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസസ് നമ്മളതിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ചിക്കൻ ആയാലും ചിക്കൻ, ബീഫാണെങ്കിൽ ബീഫ്, ഏതായാലും കുഴപ്പമില്ല. അതൊന്ന് ചേർത്തതിന് ശേഷം നമ്മുടെ പിസ്സ നല്ല റിച്ച് പിസ്സയാണ്. അതുകൊണ്ട് ഞാനതിലേക്ക് സ്ലൈസ് ചീസ് കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ ബാക്കിയുള്ള ചിക്കൻ്റെ പീസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റ് മൂടി വെക്കുമ്പോഴത്തേനും നമ്മുടെ പിസ്സ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നേരത്തെ ഒരു സൈഡ് വെന്തതാണല്ലോ, അപ്പോൾ ഇനി വേകാൻ അധികം സമയമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഫ്രൈ പാനിലോട്ട് മാറ്റിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ക്രീമിയും ജ്യൂസി ആയിട്ടുള്ള പിസ്സയാണ്. അടി വശമൊക്കെ നല്ലതുപോലെ ഗോൾഡൻ കളറിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിക്കാം. സൂപ്പർ ടേസ്റ്റാണ്, വളരെ ക്രീമിയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് ഇഷ്ടപ്പെടും. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ള മാവുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കൊരു വെജിറ്റബിൾ പിസ്സ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ആ മാവ് എടുത്തിട്ട് ഒരു മീഡിയം സൈസ് പാനിലേക്ക് ഇതുപോലെ കൈവശം നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അല്പം ഓയിൽ തടവി കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു മീഡിയം തീയിൽ 2-3 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഒരു സൈഡ് ഗോൾഡൻ കളറാകുമ്പോൾ ഒന്ന് മറിച്ചിടണം. അതിൽ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള വെജിറ്റബിൾ, നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾ ഏതാണോ നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമുള്ളത് അതിടാം. അതിപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കവും ഞാൻ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ക്യാബേജ് ആഡ് ചെയ്യുന്നുണ്ട്, ടൊമാറ്റോസ് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് മല്ലിയിലയും പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഒറിഗാനോ ഇടുന്നുണ്ട്. ഒറിഗാനോ ഉള്ളവർക്ക് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. വീണ്ടും മൊസറല്ല ചീസ് ഇട്ട് ഞാനൊന്ന് ഫ്രൈ പാൻ മൂടി വയ്ക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ചീസ് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പിസ്സയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 പിസ്സയും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി വാങ്ങാൻ പറ്റിയില്ല, ഷോപ്പില്ല എന്നൊന്നും വിചാരിക്കരുത്. നമ്മുടെ വീട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും.
ഞാൻ നേരത്തെ പറഞ്ഞ മുഖത്തെ കറുത്ത പാട് പോകാനുള്ള ടിപ്സ് ഇതാണ്. നമ്മുടെ ഓട്സ് പൗഡറിനകത്ത് പൊട്ടറ്റോ നീരും അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റിൻ്റെ നീരും ഒരു അല്പം തേനും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുഖത്തിട്ടതിന് ശേഷം വാഷ് ചെയ്യണം. പകലിടാൻ പറ്റുന്നുണ്ടെങ്കിൽ പകലിടണം. ഇത് നല്ലപോലെ വ്യത്യാസം ഉണ്ടാകും. കണ്ണിന് താഴെയുള്ള കറുപ്പും മുഖത്തുള്ള കറുത്ത പാട് മാറിയിട്ട് സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് വരും. എൻ്റെ ഈ 2 വീഡിയോയും ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ ടിപ്സും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നന്ദി. ടേക്ക് കെയർ. ബൈ.